സോ സുഹൃത്തുക്കളെ, നമ്മളിപ്പം എവിടെയുള്ള കോഴിക്കോട്. നമ്മൾ വരക്കാണ്. വരക്ക് വാ. രണ്ടുമൂന്നത്തെ എണീപ്പിക്കാനുണ്ട്. വാ വാ വാ. കമാൺ കമാൺ കമാൺ. ഫാൻ ഓഫ് ആയടാ. ഹായ് എടാ, എണീക്ക്. വ്ളോഗിങ് ഉണ്ട്. വാ, വേഗത്തിൽ എണീക്ക്. വ്ളോഗിങ് ആണ്. പോയ പിടിക്കാറേ. എണീക്കടാ ജസീർ, പോണ്ടേ? ചായ റെഡി ആക്കി. ചായ ഉണ്ടാക്കി വെച്ചിക്കടാ. വാ പോവാ. ചായ ഉണ്ടാ? ചായ ഉണ്ടാക്കിയതാ? നായിഫ് ഇറങ്ങിയിട്ട് നോക്കി ഇരിക്കുന്നേ. അവൻ ഫുള്ള് സെറ്റ്. ഞാൻ ഇല്ലാത്തേ ഉള്ളൂ. ആ ഓക്കെ. സുഖല്ല നായിഫ്? എണീക്ക്. എവിടെ 8 സമയം എത്രയെന്ന് അറിയുന്നേ? ഇഞ്ഞെല്ലാവരും ഇന്നലെ കുടിക്കണം. ഇന്ന് മെഞ്ഞാന്ന് വിളിച്ചിക്കാ ആന്നാ? എവിടെ എണീക്കടാ. എവിടെ മറിക്കിന് ചെങ്ങ ഇവിടെ പിന്നെ കിടന്ന് കിണീക്കടാ. കുളിക്കണമെങ്കിൽ അത്രയും ഓനിക്ക് കുളിക്കണ്ട. കുളിക്കാൻ സമയം 8:15. കുളിക്കണം. തോന്നില്ല ലോകില്ല. അരെ ഞാനെല്ലാം കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുന്ന. പിയാബളെ വിളിച്ച് ഇപ്പം വിളിച്ചു. അവനോട് ചോദിച്ചു നോക്ക്. നിങ്ങള് വരുന്നില്ല? ഞാൻ 8:30 എത്തുന്ന. അല്ല ഓനാ വെറുതെ സമയം പോക്കല്ല. ഇനി ഉറങ്ങുന്നേ. തമാശ അടിക്കല്ല. പോടി ചെല്ലി. അത് പറഞ്ഞടുത്തേക്ക് കിടക്കുന്നേ. സമയല്ലേ ചെങ്ങായി? ഇനി സമയം നോക്ക്. നീ നേരത്തെ എന്തല്ലോ പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ടാ? എനിക്ക് കാണിച്ചു തരാം. വേറെ വീഡിയോ ഉണ്ട്. ഞാൻ ഇതെല്ലാം എടുക്കുക. മൊത്തം എടുക്കുക. കുമ്പടക്കം എടുക്കുക വീഡിയോ. ഇഞ്ഞെന്ത് കിടക്കലാ കിടന്ന മോനെ? ഇഞ്ഞെന്ത് കിടക്കലാ കിടന്നേ? വാ എടി ഓഫാക്ക്. ഓനെടുത്തോ എന്തായാലും ഇട്ടോ. കുമ്പാണ്ടോട്ട് തോർത്ത്. ഇനി സമയം എത്രയെന്ന് അറിയാ? കൈന്റെ ആടാതാ. ഇനി സമയം എത്രയെന്ന് അറിയാ? എനിക്ക് അതിനുള്ള ലേശം കൂടെ അച്ചേരിന്. നല്ല തണുത്ത ഇളയ ഇപ്പുറത്തുള്ള പൈപ്പില്ല, അത് തുറക്ക്. ഞാൻ പറഞ്ഞ ചെരുപ്പില്ലല്ലോ. എനിക്ക് ഞാൻ കുളിപ്പിച്ച് ഇവിടെ എത്തിച്ചേരണാ ജസീലെ? നമുക്കിപ്പോ എന്തെല്ലാം പണിയുണ്ടെന്ന് അറിയാ? ഇവിടുന്ന് മാറ്റണോ? 1/2 കിലോമീറ്റർ ഉണ്ട് ഓടാന്. ഇതിപ്പോ എത്തുക 10 മിനിറ്റ് ഉണ്ട്. രാവിലത്തെ ബ്ലോക്കും ഉണ്ട്. കോഴിക്കോട് നമുക്കറിയാം. കോഴിക്കോട് എല്ലാവർക്കും അറിയാം. ടെൻഷൻ അടിക്കും. ടെൻഷൻ അടിക്കാൻ എൻജോയ് ഉണ്ടാവും. ശരിയുണ്ടോ പറഞ്ഞാട് ഒത്തിരിക്കുന്നത്?
അപ്പുറത്ത് കൂടി കുടിക്കാനാവാൻ ചോദിച്ചത്. ആ ആടെ ആളില്ല. അത് ആ ശരിയാ, ബാ എണീക്ക്. ഒറ്റ അല്ല പ്രശ്നം ആരെ എണീക്ക് 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 ഇപ്പൊ പോവാ. ബാ അവന്റെ കൈ ബാധയില്ല. ബാ ചേർക്കാണ്ട് എണീക്ക. കഞ്ഞും പോയാലോ കുടിക്കുന്നില്ല. വാ വാ എണീക്ക്. അതെനിക്ക് ആ ചെല്ലി പോടെ. ഗൈസ് ഇനി നമ്മൾ കുറച്ചു ഇറങ്ങിയിട്ട് ബാക്കി ബ്ലോക്ക് കാണാം. ടൺ 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 ടൺ. ഇതാണ് ഇന്നത്തെ ഗെറ്റപ്പ്. ജസീലിന്റെ ആ എൻജോയ് ചെയ്തേ. നടക്ക്, സ്ലോ മോഷൻ നടക്കും. എല്ലാം ഉണ്ട് അതല്ലേ. വിചാരിച്ചേ എന്തല്ല ഞാൻ കാണുന്നത്, എന്തല്ല ഞാൻ കേൾക്കുന്നത്. നല്ല പോത്തുകൂട്ടൻ ഇതൊക്കെ കിടന്നു തുടങ്ങുന്നത്. എന്താ ചെയ്യാ, പാതിക്ക് പാതി മതലൻ മസാല. എൻജോയ് എൻജോയ് വൃത്തിക്ക് എൻജോയ്. ആ എടാ വാ പോവാ. നീ അത് പേക്കാക്കി ബോക്സ് തവിടാ. സ്നേഹിക്ക് വാ. ഓ മാറ്റി കഴിഞ്ഞ്. ആരെ ഇതാ ഇവനും മാറ്റി. തിരിഞ്ഞു നോക്ക്. ഏത് തേച്ചേ പോന്നാ. എടാ ഓൻ വിളിച്ചെങ്കിൽ കിട്ടിയില്ല, സമയമില്ല. ആ അല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട. ഇന്നലെ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയല്ലേ അല്ല അല്ല ഇന്നലെ ഓൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും വേത്തി ചെല്ലാണ്. 4 ആക്കുള്ളുണ്ട്. ഇന്നലെ എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞോട്. നല്ല പറ. നല്ല പത്തിരിയും ആ നല്ല കട്ടൻ ചായ. അത് പോരെ, അത് പോരെ. തൊട്ടിട്ട് അച്ചാറും ഇല്ല, ചട്നിയും ഇല്ല. പൈസയോ 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 ആ കാരണം കൂടെ ടോട്ടലില്ല. നീ കിന്നാരം പറ പണിക്കൊന്നും പോയല്ലേ. ആ ഞങ്ങക്ക് പുരക്കാരുണ്ട അവിടെ. ആ അവിടെ നിന്നു വീഡിയോ നല്ല നിന്നുണ്ടായിരുന്നു. ആവശ്യമില്ല. This is juice, but very hot. This is very cold, but Nicola is very hot. വാ ബേക്കാക്ക് എണീക്കുന്നു. ഒന്ന് ബേക്കാക്ക് പ്ലീസ് പ്ലീസ്. ഒന്ന് ബേക്കാക്ക്. അത് ചാട്ടി പൊട്ടിക്കല്ല. കല്യാണം പോരാ. ചാർജ് ഉണ്ടായിരുന്നോ എന്തിന്? മൈക്കില്? മൈക്ക് ചാർജ് ഉണ്ടായിരുന്നോ? ആ ചോദിച്ചേ. എന്നാ വാ എണീക്ക്. പാടം കൊണ്ട് വിട്ടിരിക്കുന്നു സമയമുണ്ട്. നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്നാ? നമ്മള് പ്ലാൻ ചെയ്യും. ആ പെണ്ണ് സെറ്റാക്കാം. ആദ്യം പറയാനില്ല. ഇതെന്നാ നമ്മൾ ഇന്നത്തെ അൺബോക്സിങ് ചെയ്യാം. അതായത് ഷെയിൻ്റെ ഡ്രീം ഇതെന്താ ഇപ്പൊ എടുത്ത അടിച്ചു പോയി ഡ്രീം ഫ്ലാഷ് അല്ലേ ഇവിടെ ഇങ്ങനെ. നമുക്കിപ്പോ ഇരുട്ടത്തല്ല ഇങ്ങനെ എന്താക്കാ കണ്ണടിക്കൊക്കെ ഇങ്ങനെ അടിക്കാം. ചാർജർ കാര്യങ്ങൾ വരുന്നത് ഇതാണ്. ചാർജർ 3 സപ്പോസ് വേണ്ടി എല്ലാത്തിനും. അപ്പൊ ഇത് ആരാൻ്റെ ആയിട്ട് നമ്മൾ എന്താ പറയാ എള്ളിങ്ങത്തിന് ശീലം ഇച്ചിരി കാര്യം ജിന്റെ വേഗം ഷെയിൻ്റെ വേഗം. ഇനി വാ ഇനി നാന്ന് ബേക്കാക്കുവാ സാധനങ്ങള്. പേടിയും സാധനങ്ങൾ. ഇത് എളുപ്പമൊന്നുമാണല്ലോ. ഇത് by the way ഇത് നമ്മളെ വണ്ടിയാണ്. ബാൻസ് ഇതായിരുന്നാ ഇപ്പൊ ഇവിടെ കോഴിക്കോട് എനിക്ക് കളിക്കാൻ കൊടുത്തു. നല്ല ചെറുതായിരിക്കല്ലേ. ആരുണ്ടായി കിടന്ന് അടിച്ചവനെ. ജസീല ഇതാരാ?
ആണ്ടല്ല ഉറങ്ങിക്കോട്ടെ ചെങ്ങായി എണീക്ക് ആ പേക്കാക്കി പേക്കാക്കി എന്ത് നാളെ ഇത് ക്ലോസ് ചെയ്യാനോ അത് പേക്കാക്കി ഇത് ക്ലോസ് ചെയ്യാം എണീക്കടാ അതാണ് നമുക്ക് ഓർമ്മ ഉണ്ട് ഉണ്ട് അന്ന് നമ്മള് ഫസ്റ്റ് പരിപാടിക്ക് ഒരു വന്ന പാടൊരു പരിപാടി എടുത്തിട്ട് ആ നമ്മള് വന്ന വലിയൊരു പരിപാടി എടുത്തു ഇനി ഒന്ന് പേക്കാക്കി കൊടുക്കടാ സാധനം പേക്കാക്കി തമാശ കളിക്കല്ലേ സായില്ല This is Sai, but Pambe. Pambe. അല്ലടാ ഒരു ബാറ്ററി അല്ല ക്യാമറ ചാർജ് ആക്കിയില്ല ഒന്ന് അവിടെ കുത്തിയിട്ടാ ഞാൻ വിചാരിച്ചു ഒന്ന് കുത്തണ രണ്ടും ആക്കി എന്റെ അടുത്ത് കൊണ്ടെടുക്കാൻ പിന്നെ വരണ്ടേ ആത്മാർത്ഥതയുള്ള പണിക്കാരൻ പല്ലത്തെല്ലാം ഭയങ്കരാണ് ബ്രഷ് അല്ലേ ഇതേച്ചോ എല്ലാ അമ്മക്കൾ എന്താന്ന് നോക്കിയാണ് എടാ നിങ്ങള് തോന്നിയ സംഭവിക്കല്ല എനിക്ക് ഈ കൂക്കൂടാന്ന് കയ്യല്ല ആ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാനാ ഞാൻ കാണിക്ക ഇതെല്ലാം ഇത് കിട്ടൂ വൈഡാ പാർട്ണർ നല്ല പുതിയ പാർട്ണർ കിട്ടിക്കല്ലോ നല്ല പുതിയൊരു പാർട്ണർ കിട്ടിക്കല്ലോ അതെ ഇന്ന് വരുമായിരിക്കില്ല മെസ്സേജ് വന്നില്ല എന്തായാലും വരണേ ഞാനുണ്ടാവുന്ന പറഞ്ഞു ഇതൊക്കെ ക്യാമറ ഉണ്ട് ഇതേലും വെക്കണ്ട സെപ്പറേറ്റ് ആകും കൊണ്ടുപോണ്ട് ബാഗുള്ള രണ്ട് വാക്ക് പറഞ്ഞു ഗുഡ് നൈറ്റ് ഗൈസ് എന്നെയാണ് ഗുഡ് നൈറ്റ് ഇത്ര ഉറങ്ങിയില്ല എന്താണെങ്കിൽ ഉറങ്ങിയേ അറിയില്ല 4:30 നമ്മളെന്നല്ല ഞാളെന്നല്ല ഞാനും നായിഫും എന്നല്ല എത്ര മണിക്കാ ഇന്നലെ രാവിലെ കോഴിക്കോട് വന്ന് 8 മണി എന്നിട്ട് ഉച്ചക്ക് 12 മണിക്ക് വർക്ക് കഴിഞ്ഞ് നേരെ ഞാൻ വന്ന് എന്നിട്ട് ഉച്ചക്ക് വർക്കും കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി പയ്യോളി വർക്ക് എടുത്ത് മാഷാഅല്ലാ എന്നിട്ട് വർക്ക് പോയി രാത്രി 2 മണിക്ക് പിന്നെ എത്തിവിടാം 4 മണിക്ക് ഇവിടെ ഇറങ്ങി ഇവിടെ കുറെ ഉണ്ട് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് ഇപ്പൊ 7 മണിക്ക് എണീച്ച് 7 മണിക്ക് അലാറം വെച്ച് എന്നിട്ട് എണീച്ച് 8 മണിക്ക് ഇപ്പം വീണ്ടും വർക്കിലേക്ക് നമുക്ക് എന്താക്കാം ടുമോറോ ലീവ് ലീവാ ലീവല്ലേ അങ്ങനെ ഓ ആ ഇംഗ്ലീഷ് നൈഫ് അതല്ല ഇതാ ഞാൻ വരാം ഇതെങ്ങനെയാണ് താക്കല് എനിക്ക് നേരെ തിരിഞ്ഞില്ല ടെക്നിക്കൽ ഇതാ ഇങ്ങനെ ആക്കണം ഞാൻ കുറെ നേരത്തെ കൈയാട്ടി അവസാനം വരെ ആണെന്ന് വെള്ളം എടുത്തതാ ലേറ്റ് ഇടാ ലേറ്റ് ഇട്ട് എല്ലാവരും ഇടങ്ങാറാവൂല ജസീൽ ഇന്നലത്തെ രാത്രിയത്തെ ഇത് തീർക്കുന്നട്ടാ ഉറക്കത്ത് 2 വാക്ക് പറയൂ കുട്ടാ
നീ എവിടെ വന്നേ? എവിടെ വന്നേ? ഇതാ സാധനം എടുത്ത് വണ്ടിയിൽ വെക്കാറോ? ഇതാരാ വണ്ടി? സാധനം ഇതാരാ വണ്ടി? ഇവിടുത്തെ ആ എന്റെ ചെറുതുണ്ടല്ലോ അല്ലിയ അതേ മൂടി ഇവിടെ ആദ്യം കമ്പി വിഷയം തന്നെ. ഞാൻ ഇതല്ലേ കാണുന്നത്. ഇതല്ല കൊതുകുലാ. പിടിച്ചേ നോക്കി ഞാൻ ചെയ്യട്ടെ പ്ലീസ്. ഒന്ന് ഹാൻഡിൽ ചെയ്ത് വ്ളോഗിങ്ങിന് ഒരാൾ ഇറക്കണം. 500 റുപ്യ കൊടുക്കും ഒരാൾക്ക്. കൊടുക്കുന്ന വ്ളോഗിങ്ങിന് 500 റുപ്യ. എത്രയാണോ? അല്ല നേരെ കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ പോയിട്ട് ചായ ആടെ എന്തായാലും 10 എന്തെങ്കിലും അത് തരുക, ഉള്ളിവാടയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുക. അപ്പൊ നമുക്ക് വൃത്തി കിടന്ന് ചായ കുടിച്ചൂടെ? ചായ വൃത്തി കുടിക്കുന്നതിനെ കിടന്നാൽ എന്തിനാ നമ്മള് ഇതൊക്കെ നീയേ കൊല ചാഞ്ഞി എന്ന് പറഞ്ഞ കേട്ടിക്കല്ലോ. ആ കൊല ചാഞ്ഞാണി കൊല ചാഞ്ഞാണി ഏത് ഈ കൊല അപ്പുറത്തെ അവിടുന്ന് വിളി. ഹലോ ആ പറഞ്ഞോ. ആ ഓക്കെ ഓക്കെ അവിടെ ഇല്ലല്ലോ. അങ്ങനെ കൊല ചാഞ്ഞു ഒരു നടയല്ല. സന്തോഷ വാർത്ത ഉണ്ട്. ആടെ ഫുള്ള് ഇതാ ഇവിടെ ഉണ്ട്. ഹലോ അപ്പൊ കൊല ചാഞ്ഞത് ഞാൻ കാണിച്ചു. അതായത് നമ്മളെ ഓരോന്ന് അപ്പുറത്തെ പോരയിലേക്ക് ചാഞ്ഞാളി പോലെ അതാണ് ഇതാണ് കൊല ചാഞ്ഞാളി. ഇപ്പൊ അപ്പുറത്തെ പോരയിലേക്ക് ചാഞ്ഞാളി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ വിളിച്ചെന്താ എനിക്കാ അവിടെ ഫുഡില്ല. ആകെ പറയാൻ വാക്കുകളില്ല, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പൈസയോ അതുപോലെ ഫണ്ട് ഈടാക്കാനാ? എക്സ്പെൻസ് കൂട്ടാനാ? അപ്പൊ നല്ല ഫുഡ് അടിക്കാം. എന്താ ചെയ്യാ? ഈ കാണുന്ന നല്ല ഇവേ, ഈ കാണിക്കുന്ന നല്ല ഇവേ, പിന്നെ ഏതാ ഇവേ? ഞാനൊരു കാര്യം പറയാം. കാര്യം നിർത്താനോ? അല്ല ഞാനൊരു കാര്യം പറയാം. അതാണ് നോക്ക്. ബാക്കി നമുക്ക് വണ്ടിയിലെത്തിയിട്ട് അങ്ങനെ കുറച്ച് ഷുഗറും ചേട്ടി ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഇറങ്ങട്ടെ. ഓക്കെ ബൈ. അപ്പൊ നമ്മളുള്ളത് എവിടെയാണ്? നല്ല പൊരിച്ചോത്തിലും കുട്ടൻസ് ഹോട്ടൽ. ശരിയായ വൈബാണ്. നമുക്കിത് നോക്കാം. എല്ലാവരും പറയുന്നത് ഭയങ്കര ഹൈപ്പിട്ടിട്ടാ പോകുന്നത്. ഇവിടെ ഫുഡില്ല തുപ്പി. നമ്മള് കുട്ടൻസ് ഹോട്ടലെത്തിയിട്ടുണ്ട്. കുട്ടൻസ് ഹോട്ടൽ ഇവിടെ വേറെത്തുണ്ട്. നേരത്തെ സായൽ ടീഡിയാ നോക്ക് പൊരിച്ച പത്തിരി. ഇവിടെ ശരിയായ വൈബ്. പുറത്താ ഒത്തിരി കണ്ടേ ചൂടെടുക്കൂല. അപ്പോ ഇവിടെ മസ്റ്റ് ട്രൈ ആണ്. നല്ല ചായ ഉണ്ട്, വടയുണ്ട്, വെള്ളാപ്പുണ്ട്, പൊറോട്ട ഉണ്ട്, ചില്ലി ഉണ്ട്, തട്ടുണ്ട്, നല്ല ഫ്രഷ് ഫ്രൈ ഉണ്ട്. കുട്ടഞ്ചിയിൽ മൈക്കായിട്ട് നല്ല രസമാണ്. അതിൻ്റെ മൂല്യം കഴിഞ്ഞു. അത് മൂല്യം
ഇത് ഇവരല്ല ഫുഡ് തുടങ്ങിയാടെ എന്തെന്നാ പറ ഇങ്ങനെ തന്നെ എടുത്തോ പുതിയ മൈക്ക് കട്ടാക്കിയ പിന്നെ രണ്ടാമത് പിന്നെ ഇത് ഫുള്ള് വ്ളോഗിന്റെ ഒന്നിച്ചിരുന്നില്ല. ലൈവ് മൊത്തം നമ്മള് ചില്ലറ കളിയൊന്നുമില്ല. നമ്മൾ ഞാൻ രാവിലെ മുതൽ എടുക്കുന്ന അറിഞ്ഞ് ഇഞ്ചെല്ലാം ഫുൾ എന്തെല്ലാം ഉറക്കത്തെല്ലാം പറയുന്നതിലുണ്ട് സാധനം തുടങ്ങുന്ന നമുക്ക് എന്നാ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇതാ ബാക്കി വ്ലോഗ് എടുക്കാം. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ബാക്കി കാണാം ഗൈസ്. ബൈ. സാധനം കിട്ടിയില്ല ഫുഡ് കിട്ടി നല്ല പൊരിച്ചാൽ കടുക്ക നല്ല കടുക്ക അങ്ങനെ എടുക്കല ബ്ലോഗിങ്ങനെ എന്താ പറയാ മതി മതി അല്ലെങ്കിൽ കുത്തി അടിക്കാം അതിൻ്റെ മൂട് ഒരു പീസ് എടുക്കുക. അങ്ങനെയുണ്ട് മൂഡ് കാണണ്ട മൂഡ് വീഡിയോ വരുന്നു അല്ല നായിഫിൻ്റെ കിടന്ന വീഡിയോ കിട്ടില്ല സാധനം. കടക്ക് എടുക്കുക, മസാല വെക്കുക. നമുക്കിത് മനസ്സിലാവില്ല. ഒരു സാധനം ക്യാമറ വേക്ക് കൊടുക്കണം. ക്യാമറ വേക്ക് കൊടുത്ത ബേക്ക് കൊടുത്തറ ക്യാമറ വലിയ നമ്മളെല്ലാരും കാണണ്ടേ. വൈഡിലിട്ട് കാറിലെത്തി എന്തിനാ കളിക്കുന്നേ? ആ കളിച്ചേ ഗൈസ്. അപ്പോ പറഞ്ഞെടുക്ക് ഫുഡൊക്കെ അടിപൊളിയാണ്. ഫുഡ് നൈസാണ്. ലാസ്റ്റ് ഊപ്പിച്ചാണ് എല്ലാണ്ട് ഊപ്പിച്ചാണ് എല്ലാം പൊറാട്ടയും ബീഫും എന്തായി പോയി ഒന്ന് അടിയിലായി പോയി. ഒന്ന് ബേക്ക് നോക്കിയാ മൈക്ക് എടുത്തിട്ടുള്ള മൈക്ക് അങ്ങ് വെച്ചിട്ടാ മൈക്ക് കൊടുക്ക്. മൈക്കാരി എടുത്തുള്ള സംഗതി വെച്ചാല് പൊരിച്ചാത്തില് മൂട്, വെള്ളാപ്പം മൂട്. പിന്നെ പിട്ട് നമ്മൾ ട്രൈ ആക്കിയില്ല, കാരണം ഗ്യാസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇവനിക്കെല്ലാം ഭയങ്കര ഗ്യാസ്. ക്യാമറ ഒന്ന് പിടിക്കോ. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്ന ബേക്ക് പിടിച്ച ക്യാമറ അല്ല വ്ളോഗില് ഇതാവും. അല്ല അങ്ങനെ ഇങ്ങോട്ട് എടുത്തോട്ടെ, ഞാൻ തിരിഞ്ഞെന്ന് പറഞ്ഞോ. അങ്ങനത്തെ കളി കളിക്കല്ല കുഞ്ഞു മോനെ. എന്ത് നേരെ കട്ടിയറ. അപ്പോ വെള്ളാപ്പോ മറ്റേ പൊരിച്ചത്തിൽ മൂട് കടുക്ക ഒരു രക്ഷയില്ല, ശരിയായ സാധനം ഇല്ല. എന്താ പറയുന്നത്, കടുക്ക മൂട്. പക്ഷെങ്കില് ലാസ്റ്റ് വന്ന പൊറാട്ടയും ബീഫും എന്തായി കളഞ്ഞി, ഒന്ന് അടിയിലായി കളഞ്ഞി. പിന്നെ ചായ മൂട്. ഞാൻ അന്നേരം പറഞ്ഞു നിങ്ങളോട് പൊറാട്ട വരണ്ട രാവിലെ തന്നെ. എന്താ ചെയ്യാ, പക്ഷെ ചായ ഇല്ല മുത്തേ. ടേസ്റ്റ് കൊണ്ട് ഇതാ നായിഫ് 2 ചായ കുടിച്ചു കഴിഞ്ഞു. എന്താ ചെയ്യാ, കിട്ടുന്ന സ്പോട്ടാണ്. പിന്നെ നമ്മള് പറയാന്ന് വെച്ചാല് എന്തായാലും നിങ്ങള് 10 മണിക്ക് എത്താൻ വേണ്ടി സമയത്തിരായി കാറിൽ തെറ്റ സമയത്തിരായി ടൈം നമ്മളോട് അങ്ങെടുക്ക. അപ്പോ ഗൈസ്, അപ്പൊ നമ്മളിതാ ഫുഡെല്ലാം കഴിച്ച് അതിന്റെ റിവ്യൂ നമ്മൾ പറഞ്ഞു. നമ്മള് പള്ളി നമ്മൾ അടുത്ത റൂമിന്റെ വീട്ടിലേക്കാണ്. അവിടുന്ന് രാവിലെ അവിടെ എന്തായാലും ഇപ്പൊ വ്ലോഗ് എടുക്കാനുണ്ടാവില്ല. നമ്മളൊക്കെ ഔട്ട്ഡോറില് നമുക്ക് നോക്കാം. നല്ല മക്കള്, ചെറിയ മക്കള്, പീക്കരി കുട്ടികൾ. പിന്നെ ഗൈസ്, അപ്പോ നമ്മളിതാ റൂമിന്റെ പുറക്കേക്ക് പോവാണ്. ഇപ്പൊ
കുറച്ച് ലേറ്റ് ആയി എങ്കിലും പ്രശ്നമില്ല, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ ക്യാമറ ഒരു ബാറ്ററി ചാർജ് ഉള്ളു, ഒരു ബാറ്ററി കുത്തി ഓർമ്മിപ്പിക്കണേ. ഓക്കെ, ഓർമ്മിക്കണേ നൈഫ. അപ്പോൾ ഇൻഷാ അല്ലാ അവിടെ എത്തിയിട്ട് ടൈം ഉണ്ടെങ്കിൽ അടുത്ത വ്ളോഗിലേക്ക് ഗ്യാസും കാര്യങ്ങളിലും വിട്ടിട്ട് ഞങ്ങൾ സായിൽ എങ്ങനെ ഫുഡ് കഴിച്ചാ? നമ്മളെ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് നമ്മളെ മെയിൻ ഫോട്ടോഗ്രാഫർ സായിൽ എത്തിക്കുന്നതാണ്. സായിലെ സായില് മളെ മളെ നേരെ നിൽക്കുവാണേ, മളെ നേരെ നിൽക്കുവാണേ. മളെ നേരെ നിൽക്കും മളെ മളെ. ഓ 2 അടി. സായില ഗൈസ്, അങ്ങനെ സായിലൊരു ഹാൻഡ് ഷേക്ക് ഹാൻഡ് കിട്ടി. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു വെഡിങ് ആണ്. ഇത് നമ്മളെ വീഡിയോഗ്രാഫർ നായിഫ്. പോവാലത് ജനല തുറന്നിട്ടാ പോണം. നായിഫേ സായിൽ ടീരിയർ പാമ്പ് ക്യാമറ എടുത്തിരിക്കുന്നു ഗൈസ്. പാമ്പാട്ടിയുടെ ക്ലിക്ക്. വാട്ട് എ ബ്യൂട്ടി. നമുക്ക് ചെറിയൊരു പാട്ട് പാടാം. മഴവിൽ വിരിഞ്ഞല്ലോ മൈലാഞ്ചി കവിളത്ത് മംഗല്യരാവിൽ നീ മാരന്റെ കൽപകത്ത് ചൊഴിഞ്ഞിടും മധുമാസ പൂനാരി. നായിഫ് എന്താക്കി പതിവ് പോലെ ഞാനിന്ന് രാവിലെ കുട്ടൻസ് ഹോട്ടലിലാ പോയ. ഏതാ കുഞ്ഞിമോളെ പറക്കും പോലത്തെ കൂളറാ ഞാൻ ചായ കുടിച്ചു. ഞാൻ കുട്ടൻസിന്നാ കുടിച്ച. ഇവിടെ നമ്മള് വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പുറം പോയിട്ട് സൈഡിലെ മൂലൊക്കെ പോയിട്ട് സായില് നല്ല വേണം. ചൊത്ത സ്വഭാവം ഉണ്ടെങ്കിലും നല്ല മനസ്സാ, ആരും ഇഷ്ടപ്പെടും. ചില പാമ്പിനെ കാണുമ്പോ ഭയങ്കര രസമായില്ല ഓല. ചില പാമ്പിനെ കാണുമ്പോ ഭയങ്കര രസമായി. നീലവരെയുള്ള പാമ്പ് കൊണ്ട അല്ല, സർപ്പം. നായിഫ് അതാ സൊള്ളി കുത്തിരിക്കുന്നതാന്ന്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പോയിട്ട്. ഓ മളെ, ഞാനേതാ ഷോട്ട് എടുത്ത? എൻ്റെ ഉമ്മോ കൊല്ലും പോലത്തെ ഷോട്ട്. ഹലോ സംഗതി ഞാൻ ഇവിടുന്ന് ബസ് ചായ കുടിച്ച് ഇഞ്ഞോ എന്റെ എന്നിട്ടോ ഞാനെല്ലാം പരിഗണിച്ചേ. ഞാൻ ഇല്ല ഇപ്പൊ ഇവരെന്തേലും ചെയ്യാ. അതാണ് ഓൻ പറയുന്ന ഇതല്ലോ. ഞാൻ ഇപ്പൊ ഇല്ലേ ഓല് ചെയ്യാനോ. ഞാൻ ഫുള്ളോണ്ട് നന്നായി. മറ്റേ ഇവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞേ, ഞാൻ അവരോട് എന്നാ പറഞ്ഞേക്ക് ബീഫ് വാങ്ങണ്ട. ഇവല് ബീഫ് അങ്ങ് വാങ്ങി വെച്ച്. ഞാൻ അന്നേരം ഞാൻ പറഞ്ഞേക്ക് ബീഫ് അടിയിലാണേ. പക്ഷെ ഞാൻ പറഞ്ഞ ഏത് കല്ലുമ്മക്കായി കടുക്ക 10 അവൻ പറയുന്നത്. ഇതല്ല ആരോടാ പറയുന്നേ? ഓനിക്ക് സീസണാ എങ്ങനെയറിയാം? ഈ സീസണിൽ ഒരു പെണ്ണ് അവിടെ ചൂടുണ്ടാ? AC ഉണ്ടാ? ഭയങ്കര ചൂടാളെ. എന്നെ എല്ലാരും നോക്കുന്നത്. ഞാൻ കാലും എടുത്ത് നോക്കുമ്പോ ഭയങ്കര ഒരു ക്യാൻവാസിന്റെ ഷൂട്ടാക്കുമ്പോ അതിർപ്പ എന്റെ ഉമ്മോ. ഞാൻ അവസാനിക്കുന്നില്ല. നമ്മളെ മെയിൻ ഒരു കോപ്പി മെയിൻ ഗായകനുണ്ട്.
നമ്മളല്ല ഗായകന്മാരെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ. കാരണം വരുന്ന തലമുറയാണ്. മളെ ഒരു ഉമ്മയും കാട്ടിക്കാളെ, ഉമ്മയും കാട്ടിക്കാളെ. ഒരു ഉമ്മ തരും ആളെ. മളെ ഒരു ഉമ്മയും കാട്ടിക്കാളെ. ഞാനീ ഓട്ടെ എവിടെ ഞാൻ ഇപ്പൊ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഫോണിങ്ങടുക്ക് പറഞ്ഞാക്കുന്നടാ. പാമ്പേ അടുത്തൊരു തലക്കാലം നിർത്തി. നമ്മളൊരു 4 ആളാ നമ്മള് വന്നേ. 3 ആളെ ഇപ്പം ഇവിടെ ഉള്ളൂ. ഒരു ചങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം. ശരിയാ ഞാൻ പറയാം കമന്ററി ആണ്. ഹലോ ഇച്ച എവിടെയാള്ളേ? ഇക്ക എവിടെയാള്ളേ? ഞാനും ഓട്ടോത്തിന്റെ പുറത്താള്ളേ. മോളെ എവിടെയാള്ളേ? ഞാൻ റൂമിലാ. ചോറിച്ചാ ഇവിടെ ഇപ്പം ചോറ് കിട്ടുവാണല്ലോ. എന്നിട്ട് മാസം ഒക്കെ ആണെഞ്ഞ് മാസം ഒക്കെ ഇഞ്ഞ് സംഗതി ഇവലിപ്പോ ഫോട്ടോ എടുത്തിട്ട് ഇവലിപ്പോ വീഡിയോ എടുത്തിട്ട് എന്നെ ഇടങ്ങാറാക്കുന്നു. ഞാൻ ഇവിടെയാണ് മാസിൽ നിക്കുന്നത്. മോസഡോ എന്റെ മോനെ, ഏടോ മോനെ, നൈഫ് ഹീറോ 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 ഹീറോ. ഞാനോ കഷ്ടപ്പാട് ഇതിന്റെ ഉള്ളിൽ ഇത്ര ഇന്ന് വർക്ക് കഴിഞ്ഞ ആളിങ്ങനെ പാക്കിങ് അല്ല ചെയ്ത്. പക്ഷേ ഇന്ന് കണ്ട് നല്ലൊരു കാഴ്ച. ആരാ വണ്ടി ഓടിക്കുന്നേ? വണ്ടി ഓടിക്കാൻ ആരോടെ ഡ്രൈവിംഗ് സീറ്റ് കുതിണ്ടെങ്കിൽ എന്താ ചെയ്യാ? വണ്ടി ഓടിക്കുന്ന അറിയുന്ന പ്രശ്നമില്ലേനോ? കുത്തിരി എങ്ങനെയാണോ? കുത്തിരി എങ്ങനെയാ? പാമ്പാടി ടൈമിങ് എടുക്കും. അങ്ങനെ നമ്മള് ഔട്ട്ഡോറിൽ എത്തിയിട്ടുണ്ട്. പിന്നെ സാഹിൽ തീരെയാണ് ഔട്ട്ഡോർ ഫോട്ടോ തന്നെ തിന്നുണ്ട്. ഔട്ട്ഡോർ ഫോട്ടോ എടുക്കാൻ പോവാണ്. എന്താണ് ഓഡിറ്റോറിയത്തിൽ 4 മണിക്കൂർ 1 മണിക്കൂർ ഒരു പോരാൻ തപ്പി എന്നിട്ട് കിട്ടിയ പോരെയായത്. കാണിച്ചു കൊടുക്കും. ബംഗ്ലാവ്. ഇങ്ങനെ ഗൈസ് നമ്മള് വീഡിയോ എടുക്കാൻ പോലെ ഫോട്ടോ എടുക്കാൻ പോകാം. നമ്മളെ ഗ്രൂമും ബ്രൈഡും ബ്രൈഡ് സ്കോഡ് ഇവിടെ ഉണ്ട്. ഗ്രൂം സ്കോഡ് ഇതാ. ഗ്രൂം സ്കോഡിന്റെ നേരത്തെ ഒളിഞ്ഞിരുന്ന കാമുകൻ വരും. അങ്ങനെ സായിൽ TTR ഉണ്ട്. സായിൽ TTR നമ്മളെ മച്ചു. ഇവന്റെ പേരെന്തേനു? ഷാമിലാണ്. ഇത് നമ്മളെ മച്ചാന്ന്. ഷാമിലി സോറി വെറും ഷാമിലി. ഇത് നമ്മളെ മച്ചാന്ന്. പിന്നെ ഇത് കള്ളക്കാമുക. ഇത് ഗ്രൂമിനെ കാണിച്ചു. ഗ്രൂം ഹായ് പറയും. സായിൽ TTR ഇതാ പറഞ്ഞേ. സായിൽ TTR എങ്ങനെയാന്ന്? ഔട്ട്ഡോറിന്റെ പോരത്തി. ഹലോ മൈക്ക് ചെക്ക്. ഹലോ നിങ്ങളെ മുഖത്തുള്ള ഈ ടച്ചപ്പ് ഇതെല്ലാം പോയതാ? എന്നാ ഒന്ന് വാഷ് ചെയ്താളോ, എന്നാ കുറച്ചും വൃത്തിയാവും. അപ്പോ ഞാനൊരു കാര്യം അടുത്തോട്ട് വരുന്നല്ല മൊത്തത്തിൽ ചിരിയാലോ. ചിരിന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചിരിയാലോ. ചിരിന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരി തന്നെ ചിരിയാണ്. 1 മിനിറ്റ് ഒന്ന് കേസ് ആയിക്കോട്ടെ. അപ്പൊ ഗൈസ് സർപ്പെന്തോ തുപ്പിക്കുന്ന നേരത്തെ ക്ലിപ്പ് എടുക്കണം.
അത് കപ്പള സംഭവം പൊള്ളിയതാണ്. സായില് പറയുന്നത് അവന്റെ ചുണ്ടിന് കറുപ്പന്നത് പൊള്ളിയതാണ്. നിന്റെ അഭിപ്രായം എന്നാ? ഇത് പൊള്ളിയെന്നാണ് എൻ്റെ ഒരു പറഞ്ഞത്. അവൻ എൻ്റെ ഒരു ഫസ്റ്റ് നടക്കുമ്പോൾ ഇങ്ങനെ ഒന്നല്ലല്ലോ, മൊത്തത്തില് കലം കോലം പൊട്ടിയിട്ട് ഇങ്ങനെ ചോരെല്ലാം വരുന്നുണ്ട്, ചലോ എല്ലാം വരുന്നുണ്ട്. ലേശം എന്നോട് പറഞ്ഞത് എനിക്കാ നീ നജൂടെ തന്നെ പറഞ്ഞപ്പോ എന്റെ പൊടി പൊള്ളിയതാ. പൊള്ളിയാന്നല്ല എന്നോട് പറഞ്ഞ. തണുപ്പിന് പൊട്ടിയാന്നാ? ആ ഞാന് മാങ്ങ ജ്യൂസ് അല്ലേ? അല്ല അവൻ്റെ അടുത്ത് പറഞ്ഞത് ഇവനെ എവിടെയോ ട്രിപ്പ് പോയിക്ക്, അന്നേരം അതിന്റെ തണുപ്പുണ്ട്. ഒരുമിച്ചാ പോയത്. എന്റെ മണി ഈ കാലത്ത് കാറിനോറ് മേലെ കൂട്ടിട്ട് ട്രിപ്പ് പോകുന്ന പാമ്പാളു, പാമ്പ് സ്നേക്ക്. സായിലെ വായിന്ന് മാണ്ടാത്ത ഞാൻ ഇടുവേ, ഞാൻ ഇടുവാണ് ഒരു കുഴപ്പം, ഞാൻ പറയുന്നില്ല, അറിഞ്ഞല്ലോ പറയുന്നേ. ഇങ്ങനെ ഗൈസ് നമ്മളെ ഗ്രൂമ് അവിടുന്ന് ഒരുങ്ങുന്നുണ്ട്. റൂമും സെറ്റ് ആവുന്നുണ്ട്. മെയിൻ പുള്ളി നൈഫാണ്. ലിപ്സിന്റെ കുറെ ആക്ഷൻസ് കുറച്ച് നമ്മള് അപ്ലോഡ് ചെയ്യുന്നതാണ്. നൈഫിന്റെ വീഡിയോ എടുക്കുമ്പോ എങ്ങനെയായിരിക്കും? സോറി 0.5 നൈഫ് വീഡിയോ എടുക്കുമ്പോ എങ്ങനെ ഉണ്ടോ? എൻട്രി ഇവിടെ ആരല്ല ഫ്രണ്ട്സിന് ഞാൻ നടക്കാം സ്പെക്സ് എടുക്കുവാണെങ്കിൽ. ഞാൻ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തെല്ലാം കയറ്റി കൊടുത്ത ബ്രൈഡന്റ് മാത്രം ഉണ്ടാവും. സായൽ ലുക്ക് ആയിക്കണില്ല ഇന്ന്, നല്ല ലുക്ക് വന്നിട്ടുണ്ട് സൈൽ. ഉടനെ എന്താ പറയാനുള്ളത് ഇന്നത്തെ ഈ വർക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഗായകന്മാർ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി ടോപ്പ്. ഏതോ ഒന്നെല്ലാം പോക്കാ, ബാക്കിയല്ലോ ഓക്കെ. പിന്നെ ഇവർ വരുന്നോ? അപ്പൊ നമുക്ക് പുതിയൊരു ചങ്ങാനെ പരിചയപ്പെടുത്തി തരാം. ആളെ പേര്, നിങ്ങളുടെ പേര്? നിഷാൽ. എവിടെ സ്ഥലം? ഞാന് ഇവിടെ തന്നെ. ആള് കുറവാണ്, ആൾക്ക് കുറവാണ്. സിംഗിൾ വീഡിയോ ഞാൻ രണ്ട് സിംഗിൾ ഫോട്ടോ പിന്നെ സംഗതിയാ ഇതാ ഗ്രൂമിനെ വിളിക്കാൻ പോകണം. ഗ്രൂമ ചിരിച്ചു തിരിക്കില്ല, ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഗ്രൂം പേര് പറ. അങ്ങനൊക്കെ വേണം, എനിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ശീലല്ലേ. അത് വേണ്ട. എന്താ പറഞ്ഞു? ഞാൻ അറിയില്ല, ഞാൻ എന്ത് പറയാനാ. ഫിദനെ പറ്റി നമ്മക്കറിയില്ല. ഫിദ ആകെ 4 മാസം നമ്മളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. എന്താ കൊറേ പറയാ ചുരുക്കി പറഞ്ഞു. 4 മാസം നമ്മളെ കൂടെ ലൈഫ് അതിനെ കൊണ്ട് ഈ പറഞ്ഞു അത് ഇഞ്ഞു പറ ഞാൻ തുടങ്ങിയെന്ന് പറയില്ല. ഞാൻ പറഞ്ഞു തുടങ്ങി പറയാ ബാക്കി എന്തിനു വെച്ചിട്ട് ഗ്രൂമിന് നമുക്ക് ആകെ ഒരു വട്ടം കണ്ടിട്ടില്ല. ഞാൻ പറയാ ബാക്കി ഈ ഏറ്റ് പിടിക്കണേ. ഞാൻ പറയാൻ വിചാരിക്കുന്ന വാക്കുകൾ ഈ വർണ്ണക്കൊന്നും ഉണ്ടാവില്ല. പറയട്ടെ. ബ്രൈഡിനെ പറ്റി പറയാണെങ്കില് ഫിദ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര പാവാണ്. അങ്ങനെ കാണാൻ അങ്ങനെ പറയരുത്, കുറച്ച് പൊക്കിയൊക്കെ പറയണ്ടേ. പറയും കൂടെ പറയും. ഭയങ്കര കമ്പനിയാണ്. നമ്മളെ കൂടെ ആകെ 4 മാസം ഉള്ളേനി. പിന്നെ ഓള് പോയി ഗൾഫിലേക്ക്. പക്ഷെ ഓള് നമ്മളായിട്ട് ഭയങ്കര നമ്മളങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങളാണ്. ഭയങ്കര പാവാണ് ഫിദ.
എനിക്ക് അങ്ങനെ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. ഇതാ ഒന്ന് കൈ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് എന്നിട്ട് ഒന്ന് ബോഡി അങ്ങോട്ടേക്ക് ഇട്ട് അപ്പുറത്തേക്ക് ഇട്ട് വേണി പെട്ടെന്ന് വന്നതാ. അങ്ങോട്ടേക്ക് ഇട്ട് വേണി ബോഡി അങ്ങോട്ടേക്ക് ഇട്ട് വേണി കൊടുത്ത് കുറച്ചുകൂടെ അങ്ങോട്ട് എന്നിട്ട് ഇങ്ങോട്ട് ലുക്ക് പറ ആര് ആര് ക്ഷണിക്കാണ്ടോ കല്യാണത്തിന് മെയിൻ ചങ്ങായി നൈഫ് വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാ ഒന്ന് ഇങ്ങോട്ട് ലുക്ക് ചെയ്തേ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് ഇട്ടാണ് ഇങ്ങോട്ട് ലുക്ക് കൊടുത്തേ നല്ല സ്മൈൽ കൊടുത്തേ ചിരിക്കി ചിരിക്കി അങ്ങനെ തന്നെയൊക്കെ അങ്ങനെ തന്നെയൊക്കെ ഒന്ന് ഇവിടെ ക്യാമറ ലുക്ക് കൊടുത്തേ നല്ല സ്മൈൽ കൊടുക്ക് ചിരിക്കി 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 അയ്യോ അങ്ങനെ തന്നെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കളിക്കുന്ന ഒന്ന് കൈമിലേക്ക് ലുക്ക് കൊടുത്തേ അധികം ഓക്കെ നല്ല സ്മൈൽ ചിരിക്കണേ അയ്യോ അങ്ങനെ തന്നെ ക്യാമറ ലുക്ക് കൊടുത്തേ ക്യാമറ ലുക്ക് കൊടുത്തേ കൈ ഒന്ന് ഹോൾഡ് ചെയ്തൊക്കെ അത് കിട്ടി. ചിരി ഒക്കെ അല്ല ഓക്കെ എങ്ങനെ വേഗം ഫ്രെയിമിന്ന് മാറിക്കൊടുക്ക് ഫ്രെയിമിന്ന് മാറിക്കൊടുക്ക് ആക്കുന്നില്ലടാ അങ്ങനത്തെ ആക്കുന്നില്ല. നോക്ക് 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 ബ്രൈഡ് അപ്പുറം ഉണ്ട്. നമ്മളെ ഷാമിൽ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഷാമിൽ ഞാൻ പറയാ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചോ ഫ്രണ്ടിൽ എവിടെയാ ഫ്രണ്ട് പിടിച്ചോ എന്നിട്ട് ഒന്ന് ക്യാമറയ്ക്ക് ലുക്ക് കൊടുത്തിട്ട് നടന്നോളാ. LP സ്കൂൾ റൂം ഒരേ മാസം റെഡിയാ ഗ്രൂം സീൻ തന്നെ റെഡി അല്ല ഓക്കെ നടന്നോ നടന്നോ നല്ല സ്മൈൽ കൊടുക്ക് നടന്നോ നല്ല സ്മൈൽ കൊടുത്തേ ഇങ്ങോട്ട് എടുക്കണ്ട കുറച്ച് അങ്ങോട്ടേക്ക് നമ്മളെ ഷാമിലെടുത്ത ഫോട്ടോ ഇങ്ങോട്ട് ലുക്ക് കൊടുത്തോ ഏതാ ഞാൻ പറയാന്ന് വെച്ചാല് ക്യാമറ ഇഞ്ഞോന്റെ നിഞ്ഞു വാങ്ങണം അല്ല ക്യാമറ ഇവൻ വാങ്ങണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടു ആളെ കൊണ്ടുവന്നാ നല്ല പോരാ ഓക്കെ ഇവിടെ ലുക്ക് കൊടുത്തിട്ട് നേരെ നടന്നോളാ ഇവിടെ മിറ്റം കുറവാ ഓക്കെ റെഡി സ്റ്റാർട്ട് നടന്നോ ഇവിടെ ലുക്ക് കൊടുത്തേ നല്ല സ്മൈൽ കൊടുക്ക് രണ്ട് വലുപ്പത്തിൽ മിറ്റം ഉണ്ടാവും എങ്ങനെ ഓക്കെ പുരക്ക് വലിപ്പവും മിറ്റവും നോക്കുമ്പോ ഭയങ്കര മാറ്റമുണ്ട് നമ്മളെ നാട്ടിൽ ഇതൊരു ഒതുങ്ങിയ പോരാ പക്ഷെ നല്ല വലിയ പോരാണ് ഇത് കാണുമ്പോ ഒരു വലിയ പോരാ പക്ഷെ മിറ്റ ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ മിറ്റത്തിന് വലിയ ആവശ്യമൊന്നും ഇഞ്ഞെന്ന് പറയുന്നത് പക്ഷെ എനിക്ക് മിറ്റ ആവശ്യമാണ് കാരണം എനിക്ക് എന്റെ വണ്ടിയും കാര്യങ്ങളെല്ലാം വെക്കേണ്ടതാണ് മിറ്റുണ്ട് പക്ഷെങ്കിൽ വില വലിപ്പം വെച്ചിട്ടുള്ള മിറ്റ ഇല്ല അതില്ല അതില്ല കാണിച്ചു